മുതലാളി, മുഹൂർത്തം കഴിയാറായി. പൂജ ആരംഭിക്കട്ടെ? സ്വാമിജി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. നമ്മുടെ ഒരു ഗസ്റ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അവര് വന്നോണ്ട് നമുക്ക് തുടങ്ങാം. വീണ. മോളെ, നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ ശിവാനി? അവള് മുകളിലേക്ക് പോയിട്ടുണ്ട്. പൂജ തുടങ്ങാറായി. മോള് പോയി അവളെ ഒന്ന് വിളിച്ചോണ്ട്. ഓക്കെ. ഗോവിന്ദ. എന്താ അളിയാ? ത്രിവിക്രമനോട് ഇവിടെ ഉണ്ടാണോന്ന് പറഞ്ഞല്ലേ? എവിടെ അവൻ? ഞാനും കണ്ടില്ല. ഇപ്പൊ തന്നെ പോയി അവൻ എവിടെയാ വിളിച്ചോണ്ട് വരാം. ഇനി നിന്നെ വിളിച്ചോണ്ട് വരാൻ വേറെ ആളെ അയക്കേണ്ടി വരരുത്. പെട്ടെന്ന് പോയിട്ടോ. ഇല്ല അളിയാ, വേഗം കൂട്ടിട്ട് വരാം. നോക്ക്, നമ്മള് ജോലിക്കാരാണെങ്കിലും അവര് നമ്മളെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാ നമ്മൾ മൂന്നുപേരും ഒന്നിച്ചു നിക്കണം. എനിക്ക് നീയും നിനക്ക് ഞാനുമേ ഉള്ളൂന്ന് എപ്പോഴും നീ മനസ്സിലാക്കണം. നാട്ടുകാരെ സഹായിച്ച് നാട്ടുകാരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് മുമ്പ് സ്വന്തം വീട്ടുകാരുടെ കഷ്ടപ്പാട് മനസ്സിലാക്ക്. സ്നേഹിക്കുന്നവരുടെ വേദന മനസ്സിലാക്കണം. സ്വന്തക്കാരുടെ മനസ്സിൽ എന്താന്ന് ആദ്യം തിരിച്ചറിയണം. അങ്ങനെയുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചാൽ നീ ദുഃഖിക്കേണ്ടി വരും. അമ്മേ, അമ്മേ. പരീക്ഷിക്കുന്നത് ഫോൺ റിങ്ങാവുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ വീണ എങ്ങാനും അകത്ത് കയറി എന്നെ ഈ അവസ്ഥയിൽ കണ്ടാൽ എന്റെ പ്രയത്നങ്ങളെല്ലാം വെറുതെയാകും. എന്നിട്ടെന്താ വിളിച്ചിട്ട് കേൾക്കാത്തത്? പരമേശ്വര, എന്നെ ഒന്ന് രക്ഷിക്കൂ. എന്താ ഇവള് ഫോൺ എടുക്കാത്തെ? ഞാൻ ഒറ്റയ്ക്ക് ആദ്യം പോയാലോ? വേണ്ട നാഗമാത, ഞാനും കൂടെ വരാം. പോകൂ. പെട്ടെന്ന് തന്നെ ആ ത്രയംബകനെ ബന്ധനസ്ഥനാക്കണം. ഒരടി പോലും അവൻ മുൻപോട്ട് വയ്ക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം, അവനൊട്ടും മോശക്കാരനല്ല. നാഗലോകത്തിന്റെ സംരക്ഷണത്തിനായി എത്ര വലിയ പ്രതിസന്ധിയും ഞങ്ങൾ നേരിടുന്നതാണ് ഗുരുദേവ. വിജയ് ഭവ. പോയി വരൂ. അവള് വീണ്ടും എത്തിയല്ലോ. അവളെങ്ങാനും ഈ അവസ്ഥയിൽ എന്നെ കാണാൻ ഇടയായാൽ? ഗുരുദേവ, എന്നെ ഈ അഗ്നി പരീക്ഷയിൽ നിന്നും രക്ഷിക്കൂ. ഫോൺ ഇവിടെ വെച്ച് അവരെവിടെ പോയി? ഇനി വാഷ്റൂമിൽ എങ്ങാനും പോയിട്ടുണ്ടാവോ? വെയിറ്റ് ചെയ്യാം. ശിവാനി മാഡം, ഡിസ്റ്റർബ് ചെയ്തതിന് സോറി. താഴെ എല്ലാവരും നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഒന്ന് വേഗം വരണേ. നിനക്കൊരു അനുവാദത്തിന്റെയും ആവശ്യമില്ല.
പോയി വരൂ. വിജയീ ഭവ. ശ്രദ്ധിക്കണം നീലി, ബുദ്ധിപരമായി നീ കാര്യങ്ങൾ നടത്തണം. അവിടുത്തെ ആജ്ഞ പോലെ ആകട്ടെ നാഗമാത, ആശീർവദിച്ചാലും. വിജയശ്രീയായി മടങ്ങി വരൂ മകളെ. ഓം അഗ്നിദേവായ നമഃ. അഗ്നിദേവ ആവാഹയാമി. അഗ്നിദേവ ആവാഹയാമി. ഓം അഗ്നിദേവായ നമഃ. ഓം അഗ്നിദേവായ നമഃ. അവനെ, നിങ്ങളൊരു ഗസ്റ്റിന് വേണ്ടി എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ? എപ്പോഴാ പൂജ തുടങ്ങുകയെന്ന് ചോദിച്ചോണ്ടിരിക്കുക പൂജാരി അവിടെ. ഇതൊന്നും അറിയില്ലേ നിങ്ങക്ക്? ഇത്രയും നേരം കാത്തില്ലേ? ഇനി ഒരു അല്പം നേരം കൂടി ക്ഷമിച്ചാലെന്താ? ഇനിയും കാത്തിരിക്കണോ അളിയാ? കാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ പൂജ ചെയ്തോണ്ട് കാത്തിരുന്നാ പോരെ? ഞാൻ പറഞ്ഞതല്ല, പൂജാരി പറഞ്ഞതാ. നോക്കൂ ദമയന്തി, ആ പൂജാരിമാരെ നീ ഒന്ന് മാനേജ് ചെയ്യ്. ശിവാനി വരട്ടെ, എന്നിട്ട് നമുക്ക് പൂജ ആരംഭിക്കാം. പറ്റില്ല. അതെങ്ങനെയാ ശരിയാവുന്നേ? നമ്മൾ ഇനി പൂജ ചെയ്യുന്നതേ നമ്മുടെ മോന്റെ നല്ലതിന് വേണ്ടിയാ. നിങ്ങളൊരു ഗസ്റ്റിന് വേണ്ടി എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ? എന്നും അവന് വേണ്ടി പൂജ ചെയ്യുന്നത് നമ്മൾ തന്നെയല്ലേ? നമ്മൾ ചെയ്യുന്ന പൂജയെ നന്നായി വരൂ. അങ്ങനെ അവന്റെ ദോഷങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവൂ. വരുന്നേ, നമുക്ക് അവിടെ പോയിരിക്കാം. വരുന്നുണ്ടോ ഇല്ലയോ? ഒന്ന് വാളിയാ. എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ശരി, നടക്ക പോ. घंटानादं कृत्वा देशकालो संकीर्त्य कुसुमाशतां गृहीत्वा ശരിയാ, വീട്ടില് ഗസ്റ്റായിട്ട് വന്ന ഒരു പെൺകുട്ടി, അവളവിടെ നോക്കൂ,
നീ ഇപ്പൊ പൊയ്ക്കോളൂ. ദിഗ്വിജയ, ഗുരുക്കളെ, വൈകാതെ മഹാപൂജ നടക്കണം. ആ പകയുള്ള നാഗം ഏത് മൂലയിലാണെങ്കിലും എന്റെ ഈ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണണം. പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. ഗുരുദേവ, അങ്ങനെയാണെങ്കിൽ ശിവാനിയുടെ ഗതി? നമുക്കിപ്പോൾ ശിവാനിയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ നാഗമാത. നാഗലോകത്തെ കുറിച്ച് കൂടി ചിന്തിക്കണം. നമ്മുടെ അസ്തിത്വത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കണം. എന്ത്? എല്ലാം കഴിഞ്ഞു, എല്ലാം പര്യവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം നിസ്സഹായരാണ് നാഗമാത. ഇപ്പോൾ നമ്മെ രക്ഷിക്കാൻ ആരാലും സാധ്യമല്ല. പരമേശ്വരൻ തന്ന ഈ പ്രാണനെ ബഹുമാനിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മാവിന് മുക്തി ലഭിക്കുകയില്ല. അറിയുന്നതല്ലേ? അതെനിക്കറിയാം ഗുരുദേവ. പക്ഷേ ഈ നാഗലോക സന്നിധിയിലേക്ക് നാഗമാണിക്യം തിരിച്ചെടുക്കാനുള്ള പ്രയത്നത്തിന് മുൻപ് എന്റെ മുക്തിയെക്കുറിച്ച് ഞാൻ ആശങ്കപ്പെടുന്നേയില്ല. എന്റെ പ്രയത്നം ഞാൻ നടത്തിയിരിക്കും. ദയവായി എന്നെ തടയാതിരുന്നാലും എന്നെ അനുഗ്രഹിക്കൂ. വേണ്ട നാഗമാത, ഇത് ശരിയായ തീരുമാനമല്ല. ക്ഷമിക്കണം ഗുരുദേവ. നാഗായ സ്വാഹ. ചണ്ഡിയേ നമഃ, ചാമുണ്ടായ നമഃ, ഭദ്രകാളിയേ നമഃ, സ്വാഹ. കെണിയിലകപ്പെട്ട അതേ വീട്ടിലേക്ക്. ഇതെന്താണ് ഈ പറയുന്നത് ഗുരുദേവ? അപ്പോൾ നാഗമാതയും അപകടത്തിൽപ്പെടുമോ? നേരത്തെ അവന്റെ ശക്തി എന്താണെന്നുള്ള അനുഭവം നിങ്ങൾ മനസ്സിലാക്കിയതല്ലേ? അറിയാമായിരുന്നു ഗുരുദേവ. ആ മഹാമാന്ത്രികന്റെ ശക്തിയുടെ മുൻപിൽ എനിക്കും പിടിച്ചു നിൽക്കാനായില്ല. അവൻ ദിഗ്ബന്ധനം ചെയ്ത സ്ഥലത്തേക്കാണ് നാഗമാത പോയിരിക്കുന്നത് എന്ന കാര്യം മറക്കണ്ട. ഇനിമേൽ അവരുടെ സ്ഥിതി എന്താകുമെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാം. ഉള്ള കരുത്ത് നമുക്ക് നൽകിയാലും മഹാദേവ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നാഗായ സ്വാഹ. സ്വാഹ. അല്ല കൊച്ചുമുതലാളി, ഇതെന്താ ഇപ്പൊ പുറത്തുനിന്ന് വരുന്നേ?
വീട്ടിൽ തന്നെ ഉണ്ടാവണം, വീടിന് പുറത്ത് എവിടെയും പോവരുതെന്ന് പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ ശരി. നീ എവിടെ പോയത്? അത് ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു. എടാ, നീ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? അവിടെ പൂജയ്ക്ക് സമയമായിട്ടുണ്ടാവും. എന്താടാ, സന്തോഷമായിട്ട് എന്റെ കൂടെ വാ. നീ ആപത്തിൽ നിന്ന് രക്ഷ നേടിയിരിക്കുന്നു നീലി. ത്രയംബകന്റെ നീചശക്തിയിൽപ്പെട്ട് ഉലയാതെ, അവന്റെ ക്രോധാഗ്നിക്ക് ബലിയാടാവാതെ രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതെങ്ങനെ സാധ്യമായി ഗുരുദേവ? ആ മഹാമാന്ത്രികനെ നേരിടാൻ അങ്ങേക്ക് തന്നെ കഴിയുമായിരുന്നില്ല. അങ്ങനെയിരിക്കെ അങ്ങേക്കാളും ആ മഹാമാന്ത്രികനേക്കാളും പ്രബലമായ ഏത് ശക്തിയാണ് ശിവാനിയെ രക്ഷിച്ചിട്ടുണ്ടാകാൻ സാധ്യത? ആദിശേഷൻ എന്ന ശക്തി. ഏത് സംഘർഷത്തിനിടയിലായാലും ശിവാനിയുടെ സാമീപ്യത്തിൽ ആദിശേഷൻ എന്ന ശക്തി എത്തിച്ചേർന്നാൽ അത് പ്രപഞ്ചത്തിലെ ഏത് ഘോര ശക്തികൾ തന്നെയായാലും എതിർത്ത് തോൽപ്പിക്കുവാൻ തക്കവണ്ണം ശക്തിശാലിയായി. ഇച്ഛാരൂപിണിയായി തനിക്ക് വേണ്ട രൂപം സ്വീകരിക്കുവാനാവൂ. എന്താണ് അതിന്റെ അർത്ഥം? ശിവാനി ത്രയംബകൻ എന്ന മഹാമാന്ത്രികന്റെ ശക്തിയെയും താണ്ടി വിജയം കൈവരിക്കുമെന്നാണോ? അതെ നീലി, ആദിശേഷന്റെ സാമീപ്യം ഒന്ന് ലഭിച്ചാൽ മാത്രം മതി. ശിവാനി 100 മടങ്ങ് ശക്തിശാലിയായി മാറുന്നതാണ്. ഇപ്പോൾ അവിടെ സംഭവിച്ചതും അതാണ്. അതിന് ശാന്തമായ ഈ നീലാകാശമാണ് സാക്ഷി. അതുകൊണ്ട് എന്റെ കണക്കുകൂട്ടലുകൾ ശരിയെങ്കിൽ ആദിശേഷൻ ഇതിനോടകം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്കക്കാര്യം തീർച്ചയാണ്. ഇതുവരെയും എന്റെ ശക്തിക്കെതിരായി നിൽക്കുവാൻ മറ്റൊരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. ഇതുവരെയും എന്റെ പ്രയത്നങ്ങൾക്കൊന്നും ഫലം കാണാതിരുന്നിട്ടുമില്ല. പക്ഷെ ഇന്ന് നാഗവിഭേദകമെന്ന പ്രത്യേക പൂജ ചെയ്തിട്ടും ആ നാഗമിന്നെന്റെ മുൻപിലെത്തിയില്ല. വേറെ ഏതോ ശക്തി ആ നാഗത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്ലഷർ. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വണ്ടിയിലാ വന്നേ. ഓഹോ, എന്നാ ഗേറ്റ് വരെ കൊണ്ടുവിടാലോ. വരട്ടെ.
അത് ഞാൻ ഏറ്റുവന്നേ. എനിക്ക് ഡേ ആൻഡ് നൈറ്റ് ഫുൾ പണിയെടുക്കേണ്ടി വന്നാലും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തന്നേക്കാം. നീ വെറുതെ ഉഴപ്പരുത് കേട്ടാ. ഇല്ല കൊച്ചു മുതലാളി. ശരി, ബൈ. തൃശൂൽ, ഞാനിപ്പോ പറഞ്ഞാലും നിനക്ക് സംശയമൊന്നുമില്ലല്ലോ? നിങ്ങൾ നോക്കിക്കോ കൊച്ചു മുതലാളി, പറഞ്ഞതിനേക്കാൾ സിമ്പിൾ ആയിട്ട് ഞാൻ കാര്യം നടത്തി തരാന്നേ. ഗുഡ് ഗുഡ്. അവളുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് സംഘടിപ്പിക്കണം. നേരത്തെ ഇപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് ക്ലോസ് റിലേറ്റീവ് അല്ലേ? 2 ദിവസം കഴിഞ്ഞ് പോവാന്നേ. അയ്യോ പറ്റില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്, പോയേ പറ്റൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ദമയന്തി, ആ കുട്ടി നിന്നെ പോലെ ഹൗസ് വൈഫ് അല്ലേ, ഒരു വലിയ ബിസിനസ്മാന്റെ മകളാ. ഒരുപാട് തിരക്കുകളുണ്ടാവും. അങ്ങനെയല്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. താങ്ക്സ് ഫോർ കമ്മിങ്. പ്ലഷർ. ഞാനൊന്ന് പൊയ്ക്കോട്ടെ? വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വണ്ടിയിലാ വന്നേ. ഓഹോ, എന്നാ ഗേറ്റ് വരെ കൊണ്ടുവിടാലോ. വരട്ടെ. ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നല്ലതിന് വേണ്ടി നടത്തിയ പൂജയല്ലേ, അതിന്റെ പ്രസാദമല്ലേ. ഇത് വേണ്ടെന്ന് പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ നടന്നാ ദൈവകോപം ഉണ്ടാവും കേട്ടോ. അതൊന്നും ശരിയാവില്ല. കഴിക്ക്. വേണ്ട വേണ്ട, കഴിക്ക്. എടാ, ഞാൻ പറയുന്നത് കേൾക്ക്. കഴിക്ക്. നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലല്ലേ? നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ കൊച്ചുമുതലാളി, വീട്ടിലേക്ക് ഏതോ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് മുതലാളി പറഞ്ഞിരുന്നല്ലോ. ആരായിരുന്നു അത്? ആ ഗസ്റ്റ് ആരാന്ന് വെച്ചാ, അത് ഞാൻ ഏറ്റുവന്നേ. എനിക്ക് ഡേ ആൻഡ് നൈറ്റ് ഫുൾ പണിയെടുക്കേണ്ടി വന്നാലും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തന്നേക്കാം. നീ വെറുതെ ഉഴപ്പരുത് കേട്ടാ. ഇല്ല കൊച്ചു മുതലാളി. ശരി, ബൈ. തൃശൂൽ, ഞാനിപ്പോ പറഞ്ഞാലും നിനക്ക് സംശയമൊന്നുമില്ലല്ലോ? നിങ്ങൾ നോക്കിക്കോ കൊച്ചു മുതലാളി, പറഞ്ഞതിനേക്കാൾ സിമ്പിൾ ആയിട്ട് ഞാൻ കാര്യം നടത്തി തരാന്നേ. ഗുഡ് ഗുഡ്. അവളുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് സംഘടിപ്പിക്കണം. നിങ്ങൾ 3 പേരെ ഞാൻ എന്റെ സ്വന്തം ഫാമിലി ആയിട്ട് തന്നെയാ കണ്ടിട്ടുള്ളത്. അങ്കിള് വെറുതെ അതും ഇതൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുക. എന്നോട് ക്ഷമിച്ചേ കൊച്ചു മുതലാളി. എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്? നിങ്ങളുടെ വായി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ മനസ്സിന് എന്തൊരു തൃപ്തിയാണെന്നറിയോ. ഈ നിമിഷം ഞാൻ മരിച്ചു പോയാലും ഞാൻ സന്തോഷവാനായിരിക്കും. അങ്കിൾ എന്തൊക്കെയാ പറയുന്നത്? അതെ, എന്റെ ഫാമിലിയുള്ള ആരെയും ഞാൻ അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ വിടാറില്ല. അവനൊരു വിഷമമുണ്ടെന്ന് അറിയുമ്പോ ഇതൊക്കെ ചെയ്യേണ്ടത് എന്റെ കടമയല്ല അങ്കിളെ. ഓക്കെ? ദൈവമേ, മുൻകോപൊഴിച്ച് എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്? എന്തൊക്കെയോ സംഭവിച്ചു, പക്ഷെ അതെങ്ങനെയാണെന്നാണ് അറിയാത്തത്. എന്റെ ജീവൻ പോയെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഏതോ ഒരു ശക്തി എന്നെ രക്ഷപ്പെടുത്തി. അല്ല, ദിഗ്വിജയങ്ങൾ പൂജയ്ക്ക് പങ്കെടുക്കാൻ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോ മുന്നും പിന്നും നോക്കിയില്ല. എത്ര വിശ്വാസത്തോടെയാ ഞാൻ പോയത്. എനിക്ക് എങ്ങനെ വന്നു ആ വിശ്വാസം? മാത്രം തിരിച്ചു കിട്ടിയാ മതി. ജീവൻ കിട്ടിയാൽ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അതിന് ഞാൻ ഈ വീട് വിട്ട് പോയേ പറ്റൂ. ശരിക്കും? അല്ല, ആ മാജിക് മാൻ വന്ന് ചൂമെന്ന് മന്ത്രം പറഞ്ഞപ്പോ സിംഹം എവിടെയോ മാഞ്ഞു പോയി. വേണ്ടച്ചോ വേണ്ട, ഈ വീട്ടിലെ താമസമേ വേണ്ട. അമ്മാവാ, എനിക്കറിയാം മോളെ, ഞാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് നല്ല ഫീൽ ആവുന്നു. ഒരു ഫീലിംഗും ഇല്ല അമ്മാവ. അല്ല മോളെ, നിന്നെ എടുത്തു വളർത്തിയ കയ്യായത്. ഞാൻ പോയ നിനക്ക് ഒട്ടും ഫീൽ ആവില്ല. പോട്ടെ, സാരമില്ല. പക്ഷെ ഇന്ന് മാത്രം എന്നെ ആരും തടയാൻ നോക്കണ്ട. ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാൻ പോവാ. വരട്ടെ. സൂക്ഷിച്ചു പോണേ. കളത്തിൽ കാല് വെച്ചത്. പക്ഷെ ഞാൻ അവിടെ കാല് വെച്ചിട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ.
ആ മാന്ത്രികനും ഞാനും നേർക്കുനേർ വന്നപ്പോൾ ആ ഒരു നിമിഷത്തിൽ എന്റെ ശരിയായ രൂപം അവൻ തിരിച്ചറിയുമോ എന്ന് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയി. പക്ഷേ അവനെന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതെങ്ങനെ? എല്ലാ കാര്യങ്ങളും എങ്ങനെ എനിക്ക് അനുകൂലമായി? ഇതിനൊക്കെ കാരണം എന്താണ്? ആരായിരിക്കും ഇതിനെല്ലാം കാരണം? ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എല്ലാം എടുത്തിട്ട് സാറിനെ കൊണ്ടുപോയി അടുത്തുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടാക്കും. അല്ലെങ്കിൽ പാവം പെട്ടി ചുമന്ന് ചത്തു. നീ ഇതും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഓട്ടോ സ്റ്റാൻഡിലേക്ക്. ഇടി വേണ്ടെങ്കിൽ മുകളിലോട്ട് പോടാ. എന്തു പറ്റിയടാ? നീ പോകുന്നില്ലേ? എങ്ങോട്ട് പോകാനാ ചേച്ചി? ഓ, ചേച്ചി അളിയനെ വിട്ട് ഞാൻ എവിടെ പോകാനാ ചേച്ചി? ചേച്ചി, എന്റെ ചേച്ചി അളിയനും പിന്നെ എന്റെ പുനാര മോളും ഈ വീടും ഇതെല്ലാം എന്റെ സ്വന്തമാണെന്ന് തന്നെ ഞാൻ കരുതിയിരിക്കുന്ന ചേച്ചി. സത്യ പെട്ടെന്ന് പോടാ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വീണ്ടും ഇറങ്ങിട്ട് നിന്ന് രക്ഷിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് നാഗമാത തന്റെ പ്രാണൻ പോലും പണയം വെച്ച് സിംഹത്തിന്റെ രൂപത്തിൽ ആ വീട്ടിൽ വന്നിരുന്നു. ആ മാന്ത്രികൻ നാഗമാതയ്ക്കെതിരെ ദുഷ്ടമന്ത്രം പ്രയോഗിച്ച് നാഗമാതയുടെ പ്രാണന് പോലും അപകടം വരുത്തി വെച്ചു. നാഗമാതയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇനി കണ്ണീരൊഴുക്കിയിട്ട് എന്താ പ്രയോജനം ശിവാനി? നാഗമാത പഴയ അവസ്ഥയിലെത്താൻ ഇനിയും കുറെ നാൾ വേണ്ടിവരും. ഇങ്ങനെയുള്ള സാഹസങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ബുദ്ധി ഉപയോഗിച്ചു വേണം എപ്പോഴും ചിന്തിക്കാൻ, മനസ്സുകൊണ്ടല്ല. തോന്നുന്നു മുതലാളി, നമ്മളിവിടെ പൂജ നടത്തിയതൊക്കെ ശിവാനിമയുടെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയല്ലേ? അവരുമായിട്ടെന്തോ ബിസിനസ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത്രയൊക്കെ നടന്നിട്ടും ബിസിനസിനെ പറ്റി ഒന്നും സംസാരിച്ചില്ലല്ലോ. കൊള്ളാം കൊള്ളാം. അവൾ എന്നെക്കാളും വലിയ ഇന്റർനാഷണൽ ആയിരിക്കാം. ഒരേ ഒരു വർഷം അവൾ ഇന്റർനാഷണൽ ആണെങ്കിൽ ഞാൻ യൂണിവേഴ്സലായി മാറും. കാര്യമുണ്ട്. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് 1000 വട്ടം ആലോചിക്കണമെന്ന്. ായിട്ടും എന്റെ ചിന്താഗതികളും പ്രവർത്തന രീതികളും എന്തൊക്കെയാണെന്ന് നിനക്ക് നീ മനസ്സിലായിട്ടില്ല നന്ദീശ. എന്റെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോ. നോക്ക് നന്ദീശ, മകുടിനാഥത്തിന് അവൾ നാഗമായി മാറിയില്ലായിരിക്കാം. പക്ഷേ അവൾ തന്നെയാണ് നാഗകന്യക എന്നുള്ള എന്റെ സംശയത്തിന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. ഗുരുക്കൾ ഈ വീട്ടിൽ ദിഗ്ബന്ധനം ചെയ്തിട്ടുണ്ട്. അവൾ നാഗകന്യക തന്നെയാണെങ്കിൽ അവൾക്ക് ഈ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ അവളോട് ഈ വീട്ടിലേക്ക് വരാൻ പറഞ്ഞതും പൂജ നടത്തിയതും. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനുള്ള ഉത്തരം എന്റെ കയ്യിൽ ഇല്ല നന്ദീശ. ഗുരുക്കളെ കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കാത്തിരുന്ന് കാണാം നമുക്ക്. പക്ഷെ നിങ്ങൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ ഫോൺ എടുക്കാതിരുന്നേ? ഇല്ല, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല. നിങ്ങൾ വിളിച്ചപ്പോ ഫോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ.
കുറച്ച് കാര്യമായ ജോലികൾ ഉണ്ടായിരുന്നു. പോട്ടെ, അത് വിട്. നമ്മൾ രണ്ടുപേരും ഇപ്പൊ എന്തായാലും നോർമൽ ആയില്ലേ? എന്തായാലും നമുക്കൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ. അത് മാത്രം വല്ലാത്തൊരു വിഷമം. നമുക്ക് കാണാൻ കഴിയാത്തോണ്ട് നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല? ഹലോ ഹലോ, അതെ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ. അങ്ങയുടെ ജ്ഞാനദൃഷ്ടി കൊണ്ടും അതിനെ കാണാൻ കഴിയുന്നില്ലേ? ഈ ത്രയ്യംബകൻ അസാധ്യമായതൊന്നും ഒന്നും തന്നെയില്ല. നാളെ നടക്കുന്ന രാഹുകാല പൂജയിൽ ഞാനത് തെളിയിക്കുന്നതാണ്. ആ ഒരു ശ്രമം ഇപ്പോൾ സാധ്യമല്ലേ? ആ ഒരു മഹാശക്തിയെ എതിരിടാൻ രാഹുകാലം തന്നെയാവണം. അതിനായി നാളെ വരെ കാത്തിരുന്നേ മതിയാകൂ. കാത്തിരിക്കാം ഗുരു. ആ മഹാശക്തി ആരെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം ഗുരുശ്രേഷ്ഠ. ആ ഒരു ആസക്തി എനിക്കുമുണ്ട്. അതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇപ്പൊ നീ മറ്റേ ആ പെൺകുട്ടിയെ പ്രേമിക്കുന്നില്ലേ? അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇവള് നിന്നെയും സ്നേഹിക്കുന്നു. നിനക്കിഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? വിട്ടേക്ക്. അവൾക്ക് നാളെ വരേണ്ട വിഷമം ഇന്നായെന്ന് മാത്രം. അതൊക്കെ ശരിയായിക്കൊള്ളുന്നേ. എന്തൊക്കെയായാലും നിന്റെ മനോഭാരമൊക്കെ ഒന്ന് കുറഞ്ഞില്ലേ? അത് മതിന്നേ. കറക്റ്റ്. നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. കറക്റ്റ്. ഹലോ, അമ്മ വന്നല്ലോ. പൂജയും കാര്യമൊക്കെ നന്നായി നടന്നില്ലേ? ഓഹോ, നീ ഇവിടെ കരഞ്ഞു വിഷമിച്ചിരിക്കുവാന്നാ ഞാൻ കരുതിയത്. ഇതെന്താ ഇളിച്ചിരിക്കുന്നു? രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു സുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്റിൻ കറുക നാമ്പിലും മധുക്കണം, കവിത എന്നിലും നിറകുടം. ഇത് പാടിയ ആ ഗാനഗന്ധർവന്നില്ല, അത് ഞാൻ ഫോളോ ചെയ്യുന്നു, അത്രേ ഉള്ളൂന്നേ. ചിരിച്ചോണ്ടിരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇവിടെ നാണം കെട്ടി ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്. അമ്മേ, എനിക്ക് വലിയൊരു മനസ്സില്ലേ? നിങ്ങൾ എന്നോട് ചൂടാവുമ്പോ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ശരിയല്ലേ? ഞങ്ങൾ പറയുന്ന പോലെയാണോ അത്? അച്ഛനും അമ്മയും പറയുന്ന പോലെ തന്നെയാണ് മുതലാളിയുടെ വീട്ടിലുള്ളവരും പറയുന്നത്, ശരിയല്ലേ? എല്ലാം എന്റെ ഒരു വിധി. ും ഞാൻ ജീവനോടെ ഉണ്ടാവോ ആവോ? അമ്മേ, അമ്മേ, അയ്യോ എന്റെ ഈശ്വരാ, എന്റെ അമ്മയുടെ മുഖത്ത് എപ്പോഴാ ഒരു സന്തോഷം കാണാൻ പറ്റാ? പാവം. ഞാനാണെങ്കി എപ്പോഴും ബോസിന്റെ കൂടെയാ, അച്ഛൻ എപ്പോഴും മുതലാളിയുടെ കൂടെയും. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിട്ടാവും ചിലപ്പോ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് എന്റെ അമ്മയ്ക്കൊരു കൂട്ട് വന്നേ പറ്റൂ. എന്റെ അമ്മയ്ക്കൊരു കൂട്ട് വേണമെങ്കിൽ എനിക്ക് കൂട്ടായാലല്ലേ പറ്റൂ. ഞാനും അതന്നെല്ലാം ട്രൈ ചെയ്യുന്നേ. നോക്കാലോ. എന്റെ മാത്രം സുന്ദരിക്കുട്ടി, ഇവിടെ ഒരാളെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാ പറയുന്നത്. എന്നെ ഒരു പ്രാവശ്യമെങ്കിലും കാണണം, എന്തായാലും ഒന്ന് കാണണമെന്നും പറഞ്ഞ് എപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നിന്നിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഈ എനിക്ക് ഒരിക്കലും അവളുടെ സ്നേഹമുണ്ടല്ലോ, അത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തിനാ അവളോടെല്ലാം പറഞ്ഞത്? സത്യം പറഞ്ഞ് എന്തിനാ അവളെ വേദനിപ്പിച്ചതെന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് എന്തോ ഒരു വിഷമം. കൂടുതൽ അറിയണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം തോന്നുന്നു. പക്ഷേ why is this happening to me?
is this happening to me, Shivani? Why? Please. ഇതിന്റെയൊക്കെ ഉത്തരം നീ തന്നെ തരണം, ശിവാനി. ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ എന്തൊക്കെ വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നു. ദയവായി എന്നോട് ക്ഷമിക്കുന്നേലേ. ശൂര, നിങ്ങളും എന്നോട് പൊറുക്കണം. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കാതിരിക്കെ ശിവാനി. മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്ക്. അതെ ശിവാനി. ഞാൻ എന്താണ് ചിന്തിക്കേണ്ടത്? എന്റെ ആദിശേഷന് ഞാൻ ആരാണെന്ന് പോലും ഓർമ്മയില്ല. അവൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുമ്പോ ഞാൻ ആരെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? എന്നാലുണ്ടല്ലോ അവൻ എല്ലാ കാര്യം ഓർമ്മ വരും. നിന്നെ കണ്ട അവന്റെ എല്ലാ മറവിയും മാറിക്കോളും. ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. നിന്റെ പ്രണയം നശിച്ചിട്ടില്ല. അങ്ങനെ നശിക്കേണ്ട പ്രണയമാണോ നിന്റേത്? നീ ആത്മവിശ്വാസം കൈവിടാതിരുന്ന നിന്റെ ആദിശേഷന്റെ പ്രണയം നിന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. നിരാശ നല്ലതിനല്ല. തളരുന്ന മനസ്സിന് നിരാശയാണ് ആദ്യത്തെ തടസ്സം എന്നറിയോ? ആദ്യം നീ അതെടുത്ത് പുറത്തു കളയും. ഇനി അങ്ങോട്ട് എന്താ ചെയ്യണ്ടേന്ന് ആലോചിക്ക്. ആക്ച്വലി ഇത് കുറച്ച് കൂടുതൽ തന്നെയാ. ഈ വീട്ടില് ഞാൻ പറയുന്നത് എന്താ നടക്കുന്നത്? മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നടക്കും ചേച്ചി. നീ ഒന്നിലും ഇടപെടാതെ മിണ്ടാതെ അവിടെ ഇരുന്നോ. അവർ തലേ കയറി താണ്ട് പാടട്ടെ, ആ ഡ്രൈവറും ഫാമിലിയും. സത്യം പറഞ്ഞാല് ഇവര് പറയുന്നത് തന്നെ കാര്യം. ആ പൂജ ദിവസം കണ്ടതല്ലേ, അവരുടെ മോനോട് ഇവിടെ നിക്കണ്ട പോണോന്ന് പറഞ്ഞ് അവര് ഓടിച്ചു വിട്ടത്. എന്തേലും പ്രശ്നമാവണതിന് മുമ്പ് അവൾ അവളുടെ മോനെ സേഫ് ആക്കി ആരും അറിയാതെ നൈസായിട്ട് ഒഴിവാക്കിയത് കണ്ടായിരുന്നോ നിങ്ങള്? പണ്ടേ ഇല്ല. ഹോട്ടലിലേക്കാണെങ്കിലോ ഞാൻ വരത്തുമില്ല. വർഷത്തിൽ ഒരിക്കൽ തുണികളൊക്കെ മുതലാളി തരും. പിന്നെ എനിക്ക് എന്ത് ചെലവാ ഇവിടെയുള്ളേ നിങ്ങളുടെ പൈസ വാങ്ങിക്കാൻ? അപ്പ വായിട്ടലയ്ക്കുന്ന പെണ്ണും എന്തിനും കൈപോക്കുന്നതാണും ഒരിക്കലും നന്നാവില്ലെന്ന് കേട്ടിട്ടില്ലേ? നിന്നെ കാണുമ്പോൾ 100% സത്യമാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ജീവിച്ച് ജീവിതം തീരാറായി. അവസാന കാലത്തെങ്കിലും നമുക്ക് കുറച്ച് അഭിമാനത്തോടുകൂടി ജീവിക്കാന്ന് കരുതിയാ പറഞ്ഞത്. ഞാൻ എപ്പോഴും അഭിമാനി തന്നെയാ. അങ്ങനത്തെ കാര്യം സംസാരിക്കണ്ട. ആ വിഷയം വിട്. ഉറപ്പാണല്ലോ? എന്റെ ഉറപ്പ് എനിക്കറിയാം. പൂജാ ദിവസം മുതലാളിയുടെ വീട്ടിലുണ്ടായതെന്താ? ഉണ്ടായിരുന്നില്ലേ അവിടെ? അത് ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ട് കൊന്നിരുന്നെങ്കിലോ? ആരും ചത്തൊന്നുമില്ലല്ലോ. ചത്തിരുന്നെങ്കിലോ? പൂജാ സമയത്ത് എന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ? അവനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അത്രയും പേരെ അവിടെ വിട്ടിട്ട് നിന്റെ മകൻ മാത്രം ഇങ്ങോട്ട് ഓടി വന്നാ മതിയല്ലോ. പോയി പണി നോക്ക്. നോക്കാം അവരാരെയാ ബലി കൊടുക്കാൻ പോകുന്നതെന്ന്. അപ്പൊ മനസ്സിലാവും. എന്തൊക്കെയാ നീ പറയുന്നത്? നിങ്ങളുടെയും നിങ്ങളുടെ മകന്റെയും പ്രാണൻ ഇരിക്കുന്നത് അവിടെയാണല്ലോ. നിങ്ങൾക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, അവർക്കൊന്നും ആവരുതെന്നേ അവർക്കുള്ളൂ. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? നിന്റെ തലയിൽ പലത് സങ്കല്പിച്ചു വെച്ചേക്കുമല്ലേ. അവരുടെ ശരിക്കുള്ള സ്നേഹം നിനക്ക് എങ്ങനെ മനസ്സിലാവാൻ? മിസ് എന്ന വാക്ക് കേട്ട ഉടനെ ഇവന്റെ ചെവി എപ്പോഴും അലർട്ടായിരിക്കും. ഹലോ, ഞാൻ പറഞ്ഞത് മിസ് എന്നല്ല, മിസ്സിംഗ്. അതെ, നീ എന്ത് പറഞ്ഞാലും ശരി, ഈ മിസ് എന്ന് പറഞ്ഞത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എല്ലാം മിസ്സിംഗ് ആയിരിക്കും. യു ആർ അൺബിലീവബിൾ മാൻ. നിനക്കൊരു മാറ്റവും ഇല്ല. എന്താ വിശേഷിച്ച്? അല്ല ദിഗ്വിജയ്, വീട്ടിലെന്തോ വിശേഷങ്ങളൊക്കെ നടന്നു എന്നറിഞ്ഞു. പക്ഷെ ഞങ്ങളെ ആരെയും ഒന്നും അറിയിച്ചില്ല. ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവരൊക്കെ എല്ലാവരും എന്തൊക്കെയോ ബിസിയാ. എന്നാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാമ്രാട്ട് ഇപ്പോഴെന്തിനാ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നേ? ദിഗ്വിജയ്, ഇന്ന് നിന്റെ മൂഡ് അത്ര ശരിയല്ല. ഞങ്ങൾ പോയിട്ട് മറ്റൊരു ദിവസം വരാം. സാംബശിവ, എനിത്തിങ് സീരിയസ്? അല്ല, അത് പിന്നെ ഒന്നുമില്ല, ഒരു പേഴ്സണൽ പ്രോബ്ലം.
എന്നാ നമുക്ക് അടുത്ത പ്രാവശ്യം സംസാരിക്കാം. ആ സമയമായി, എണീറ്റ് വേടാ പോവാ. ഓക്കെ, സീ യു, ബൈ.